എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ദിവസം എന്ന് പറഞ്ഞാൽ പല ആചരണങ്ങൾ ഒന്നിച്ച് നടക്കുന്ന ഒരു ദിവസമാണ്. പ്രാദേശിക ദിനത്തെ ആണ്, യോഗാ ദിനമാണ്, സംഗീത ദിനമാണ്, ഫാദേഴ്സ് ഡേയുമാണ്. അങ്ങനെ പലതും ഒന്നിച്ചു വന്ന ഒരു ദിവസമാണ്. പക്ഷെ ഈ പ്രാദേശിക ദിനമെന്ന് പറഞ്ഞ് പ്രാദേശികീകരണ ദിനമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ എല്ലാവരും അത് അത്ര കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല അതിനെപ്പറ്റി എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ നമ്മളിത് ഇന്നത്തെ ഈ പ്രാദേശികീകരണ ദിനം എന്നുള്ളത് ഈ ഐഡിയ തന്നെ വന്നത്, അപ്പൊ ഇതിന്റെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സീഡ്സ് ഓഫ് ഇന്നോവേഷൻ, അതായത് നവീകരണത്തിന്റെ വിത്തുകൾ പ്രാദേശികതയിൽ നിന്ന് ആഗോളതയിലേക്ക് എന്നുള്ള ഒരു ഇതാണ്. കാരണം നമ്മൾ ഇത് ഈ ഒരു ഐഡിയ ഉണ്ടായത് തന്നെ, ഈ പ്രാദേശികവൽക്കരണം എന്നുള്ള ഐഡിയ ഉണ്ടായത് ഈ ആഗോളീകരണത്തിന്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ പല വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആഗോളീകരണത്തിന്റെ അതായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം പ്രാദേശികമായിട്ട് പിന്നോക്കമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പലതും നാശത്തിന്റെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പ്രാദേശികവൽക്കരണം എന്നുള്ള ആ വിഷയത്തിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നവീകരണത്തിന്റെ വിത്തുകൾ എന്നുള്ളതാണ്. കാരണം അതിന് നമ്മൾ പ്രാദേശികതയിൽ നിന്ന് ആഗോളതയിലേക്ക് ഉള്ള ഒരു മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ആഗോളീകരണമല്ല എന്നുള്ള ആശയത്തെ വ്യക്തമാക്കാനുള്ള ഒരു സംസാരമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ പ്രാദേശികീകരണ ചിന്ത തുടങ്ങിയത് ഈ ആഗോളീകരണത്തിന്റെ ദൂഷ്യവശങ്ങൾ എല്ലായിടത്തും വന്നു തുടങ്ങിയപ്പോഴാണ്. അപ്പൊ ഒരു തിരിച്ചുപോക്ക് ആവശ്യമായിട്ട് വന്ന ആ സ്ഥിതിയിലാണ് പ്രാദേശികതയുടെ ഗുണങ്ങൾ എന്താണെന്നുള്ള ഒരു ചിന്ത തുടങ്ങിയത്. അപ്പൊ അതിനനുസരിച്ചിട്ട് പലയിടത്തും ഇതിന് പാരലായിട്ട് ലോകമെമ്പാടും പാരലായിട്ടുള്ള ഇത് തുടങ്ങിയിട്ടുണ്ട്. 1990 തന്നെ ലോക്കൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഇതിനെ പറ്റി തുടങ്ങി. ആ തുടങ്ങിയത് ഈ പ്രാദേശികമായിട്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് വന്നത് 2020 ആദ്യത്തെ ഫസ്റ്റ് വേൾഡ് ലോക്കലൈസേഷൻ ഡേ സ്റ്റാർട്ട് ചെയ്തത് 2020. അന്ന് മുതൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും ഇത് ആയിരിക്കുന്നുണ്ട്. ഒരു ദിവസമല്ല, ഇത് ഏകദേശം ഒരു മാസത്തോളം ജൂൺ മൊത്തം ഈ ഇതിനനുസരിച്ചുള്ള പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും. മെയിനായിട്ടുള്ളത് സാവോപോളോ ബ്രസീലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാതെ മിക്കവാറും ഉള്ള എല്ലാ സ്ഥലത്തും ഇൻക്ലൂഡിങ് നേപ്പാൾ മുതൽ ലഡാക്ക് വരെ ഇതിന്റെ പല വിധത്തിലുള്ള പ്രോഗ്രാമുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വേൾഡ് ലോക്കലൈസേഷൻ ഡേ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഗ്രാംസ് എവിടെയൊക്കെ ഉണ്ടെന്ന് കാണാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ളത്, നമ്മൾ സംസാരിക്കുന്നതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ചെറിയ വിത്തിൽ നിന്ന് ഒരു വലിയ വനത്തിൻ്റെ ഭാവി ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാദേശിക സമൂഹങ്ങളിൽ ആഗോള പരിഹാരങ്ങളുടെ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഈ തീമിന്റെ നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ പ്രാദേശിക ലോകത്തിന്റെ വിരുദ്ധയല്ല. കാരണം അത് നമ്മൾ പലരും ഇപ്പോൾ ലോക്കലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ എസ്റ്റാബ്ലിഷ്മെന്റിന് അഗനസ്റ്റ് ആയിട്ട്, എല്ലാത്തിനും ഡെവലപ്മെന്റിന് അഗനസ്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ള ഒരു ക്രിറ്റിസിസം എപ്പോഴും കാണുന്നുണ്ട്. കാരണം എവിടെയും ലോക്കൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഡെവലപ്മെന്റിന് വിരുദ്ധമായിട്ടുണ്ടെന്നുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അതിനെയും നമ്മൾ തിരുത്തി എഴുതിയെങ്കിലേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇപ്പോഴും മിക്കവാറും എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി, നമ്മൾ വിത്ത് സംരക്ഷണം, ലോക്കൽ സീഡ്സ് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യത്തെ പറ്റി വളരെയധികം സംസാരിക്കുന്നുണ്ട്. പല കോണുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ജൈവ വൈവിധ്യം എന്ന് പറയുന്ന പോലെ തന്നെയാണ് പ്രാദേശിക കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യകളും. ജൈവ വൈവിധ്യം നമ്മൾ ജീൻ പൂൾ എന്നുള്ള രീതിയിൽ പലയിടത്തും പറയുന്നുണ്ട്. അതാണ് ഏറ്റവും ബേസിക്കായിട്ട് ഈ പരിണാമത്തിന്റെ പുരോഗതികളിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ നമ്മൾ ജീൻ പൂളിന്റെ ഇതിലൂടെ സംസാരിക്കുന്നുണ്ട് പലയിടത്തും. അപ്പോൾ ഈ പ്രാദേശികമായിട്ട് നമ്മൾക്കുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട്, സാങ്കേതിക വിദ്യകളുണ്ട്. അങ്ങനെ ഇതെല്ലാമാണ് മനുഷ്യ പുരോഗതിയുടെ അടിത്തറകളായിട്ട് വരുന്നത്. ഈ
പ്രാദേശികമായിട്ടുള്ള ഈ സാങ്കേതിക വിദ്യകളും അതെല്ലാം മനുഷ്യന്റെ പുരോഗതിയുടെ അടിത്തറകളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് മനുഷ്യ സംസ്കാരത്തിന്റെ പ്രതിരോധത്തിന്റെ, റെസിലിയൻസ് എന്ന് പറയുന്നത് അതിജീവനത്തിന്റെയും മാതൃകകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ ജലസംഭരണം, ജലസംരക്ഷണം, പ്രകൃതി കൃഷി, ജൈവ കീടനിയന്ത്രണം, കൂട്ടുസസ്യങ്ങള്, തദ്ദേശീയ വാസ്തുവിദ്യ, സർക്കുലർ എക്കണോമി മാതൃകകൾ, ഗിഫ്റ്റ് എക്കണോമി എന്നിവ പ്രാദേശിക നവീകരണങ്ങളുടെ ഉദാഹരണങ്ങളായിട്ട് നമ്മൾ പറയാം. അതിലോട്ട് നമ്മൾ കടന്നാൽ വളരെയധികം ഉദാഹരണങ്ങളും വളരെ നീണ്ട പ്രഭാഷണമായിട്ട് പോകും. അതുകൊണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല. പ്രാദേശിക അറിവുകൾ നമ്മുടെ തലമുറകളുടെ ബുദ്ധിയും വിസ്ഡം ആ എക്സ്പീരിയൻസ് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് പ്രാദേശികവൽക്കരണം എന്തുകൊണ്ട് അനിവാര്യമായിട്ട് എന്ന് നമ്മൾ കാണേണ്ടത്. അപ്പം ആഗോളവൽക്കരണത്തിന്റെ ഈ അമിത കേന്ദ്രീകരണം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് പ്രാദേശിക സ്വാശ്രയത്വത്തെ ദുർബലമാക്കുകയാണ്. നമ്മളിപ്പോൾ ആമസോണിന്റെ ഇൻവേർഷൻ നോക്കി അറിയാം. ആമസോൺ എവിടുന്നോ തുടങ്ങി ഇപ്പം എല്ലാ വീടുകളിലും എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇതിൽ ഏറ്റവും ദുർബലമായിട്ടത് ലോക്കലായിട്ടുള്ള കച്ചവടക്കാരാണ്. ലോക്കൽ ചെറിയ ചെറിയ കുടുംബങ്ങൾ നടത്തുന്ന കച്ചവടക്കാർ തന്നെ ഇപ്പൊ എല്ലാവരും സഫർ ചെയ്യുകയാണ്. കാരണം അവരുടെ ആ ലോക്കലി ഉള്ളത് വരെ ഇവർ ആ ബിസിനസ്, ആ മാർക്കറ്റ് വരെ ഇവർ പിടിച്ചെടുത്തു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് ലോക്കലായിട്ടുള്ള എക്കണോമി നശിക്കുന്നു, ലോക്കലായിട്ടുള്ള കൾച്ചേഴ്സ് എല്ലാം നശിക്കുന്നു, അവരുടെ നിലനിൽപ്പ് പ്രോബ്ലം ആകുന്നു. ഇങ്ങനെ പലതും നമ്മൾ ആഗോളീകരണത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് തദ്ദേശീയമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള കേന്ദ്രീകരണം നല്ലതല്ല എന്നുള്ള പറയാൻ തുടങ്ങിയത്. അപ്പൊ ഇതിനെ സമഗ്രമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പ്രാദേശിക ശക്തികളെ ഉണർത്തിക്കൊണ്ട് മാത്രമേ നമ്മൾ ഇതിന്റെ സമഗ്രമായിട്ട് കാണാനുള്ളൂ. ഈ സെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ആഗോളീകരണത്തിന്റെ ഗുണങ്ങള് പലതുണ്ട്. പക്ഷെ അത് അധികമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ലോക്കലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള എല്ലാ സിസ്റ്റങ്ങളും തകരാറിലായത്. അപ്പൊ ഇത് പ്രാദേശിക ആഗോളത്തിലോട്ട് മാറ്റയിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വികസനം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് താഴോട്ടല്ല വരേണ്ടത്, തിരിച്ചാണെന്നുള്ള ഒരു ഇതുണ്ട്. കാരണം അതാണ് നമ്മൾ നവീകരണം കൊണ്ട്, അല്ലെങ്കിൽ നവീകരണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ നൂതന ആശയങ്ങൾ എന്നും പറയാം. ആ നൂതന ആശയങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വികസനത്തിന്റെ സമഗ്ര വികസനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഇത് നവീകരണം യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആയിരിക്കണം. അത് യഥാർത്ഥങ്ങളിൽ ഈ നൂതന ആശയങ്ങൾ വരുന്നത് ലോക്കലായിട്ടുള്ള ഏരിയയിൽ നിന്നാണ്. ലോകത്തിന്റെ പല സ്ഥലത്തും ഇതുപോലുള്ള പല രീതിയിലുള്ള നൂതനാശയങ്ങൾ വേൾഡ് ലെവലിൽ, ഗ്ലോബലിൽ ഇപ്പൊ പല സൊല്യൂഷൻസും അതിന്. അപ്പൊ ഒരു പ്രാദേശിക പരിഹാരം വിജയിക്കുമ്പോഴത്തേക്ക് അത് ആഗോള പഠനത്തിന് മാതൃകമായി അത് പലയിടത്തും നമ്മൾ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പ്രകൃതിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അത് സ്വയം ഭരണത്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ലോക്കൽ സെൽഫ് ഗവർണൻസ് എന്നുള്ള ഒരു ആശയം അത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വനത്തിന് വളരാൻ കേന്ദ്ര നിയന്ത്രണം അവിടെ ആവശ്യമില്ല. വനം തനിയെ വളരുന്നു. ഒരു നദിയുടെ ഒഴുക്ക് പോകുന്നത് സ്വന്തം ആന്തരിക നിയമങ്ങൾ അനുസരിച്ചാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനാരും കൺട്രോൾ ചെയ്യുന്നില്ല. അവിടെ അതിൻ്റെതായിട്ടുള്ള പ്രകൃതി നിയമങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ജീവ വ്യവസ്ഥകൾക്ക് ഫീഡ്ബാക്ക് ഉണ്ട്, വൈവിധ്യമുണ്ട്, സെൽഫ് കൺട്രോൾ ഉണ്ട്. ഇതെല്ലാത്തിലും കൂടെയാണ് അതിൻ്റെ ആ എക്കോ സിസ്റ്റംസ് നിലനിൽക്കുന്നത്, അതിൻ്റെ സുസ്ഥിരതയിൽ നിലനിൽക്കുന്നത് ഇതിൻ്റെ എല്ലാം ഇതുകൊണ്ടാണ്. പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്നത്തെ ഗ്ലോബലൈസേഷൻ നമ്മളെ വല്ലാത്തൊരു സ്ഥിതിയിൽ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു. ക്ലൈമറ്റിന്റെ തന്നെ ബാക്കിയുള്ള അതൊന്നും ഞാനിപ്പോൾ അതിലോട്ട് കടക്കുന്നില്ല. വളരെയധികം പ്രശ്നങ്ങൾ ഗ്ലോബലൈസേഷൻ കൊണ്ടുണ്ടായി. അപ്പം നമ്മളിത് കാണുന്നത് പരിസ്ഥിതി ശാസ്ത്രം കൊണ്ടാണ്. അതായത് നമ്മുടെ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് പരിസ്ഥിതി ഗവേഷണ കേന്ദ്രം കൂടാണ്. അപ്പൊ അതിനെ ആ രീതിയിൽ ഈ പരിസ്ഥിതി ശാസ്ത്രത്തിലൂടെ നമ്മൾ ഇതിനെ കാണുന്നത് ഈ ജീവന്റെ പുരോഗതി നടക്കുന്നത് ഈ അധികാരം നമ്മൾ വിതരണം ചെയ്യുമ്പോഴാണ്. ഡീസെൻട്രലൈസേഷൻ ആണ് അവിടെ
ശരിക്കും ആവശ്യമായിട്ടുള്ളത്. ലോക്കൽ സെൽഫ് ഗവർണൻസിലൂടെയാണ്. നമ്മൾ ഏത് സിസ്റ്റം എടുത്തു നോക്കിയോ, നമ്മുടെ ബോഡി സിസ്റ്റം ആണെങ്കിലും എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ആ സിസ്റ്റം ലോക്കലായിട്ടുള്ളിടത്ത് അതിൻ്റെ കംപ്ലീറ്റ് ഓരോ സെല്ലിനും അതിൻ്റെതായിട്ടുള്ള അധികാരങ്ങളുണ്ട്. ആ സെല്ലിൻ്റെ അധികാരങ്ങൾക്ക് മേളിക്കൂടുള്ള അത് മാത്രമേ ഉള്ളൂ ഉപരിവ്യവസ്ഥയിലെടുത്ത് നമ്മുടെ ബോഡിയുടെ മൊത്തത്തിലുള്ള കൺട്രോളിൽ വരുന്നത്. അതുപോലെ തന്നെ എല്ലാ എക്കോ സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഓരോ സിസ്റ്റത്തിൻ്റെ അതിൻ്റെ സബ് സിസ്റ്റത്തിന് അതിൻ്റെതായിട്ടുള്ള സെൻട്രലൈസ്ഡ് ഇത് വളരെ കൺട്രോൾ കുറവാണ്. അതിൻ്റെ സെൽഫ് ഗവർണൻസിൻ്റെ മേളിൽ ഒരു ഏകീകരണത്തിന് വേണ്ടിയിട്ട് സെൻട്രൽ കൺട്രോൾ വരുന്നതെന്നല്ലാതെ സെൻട്രലിൽ നിന്നല്ല ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ളത് വളരെ ഇതായിട്ട് നമ്മൾ എല്ലാ ബയോളജിക്കൽ സിസ്റ്റത്തിലും ഇക്കോ സിസ്റ്റത്തിലും എല്ലായിടത്തും നമ്മൾ പ്രകൃതി മൊത്തം നമ്മളത് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വൈവിധ്യം സംരക്ഷിക്കപ്പെടണമെന്നാണ് പറയുന്നത്. എന്നാലാണ് റെസിലിയൻസ്, പ്രതിരോധ ശേഷി അവിടെ വളരുന്നത്. അപ്പോൾ പ്രാദേശികവൽക്കരണമാണ് അത് സാമ്പത്തിക ആശ്രയമല്ല, അതൊരു പാരിസ്ഥിതിക സത്വമാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നേച്ചറിൻ്റെ പ്രകൃതിയുടെ പ്രിൻസിപ്പിളാണ് ഈ പ്രാദേശികമായിട്ടുള്ള ഡെവലപ്മെൻ്റ് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡീപ്പ് ഇക്കോളജിയിലൂടെ അതിനെ കാണുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇതായിട്ട് അതിന് നമ്മൾ പറയാനുള്ളത് ഈ പരിണാമം, നമ്മൾ പ്രകൃതി തെരഞ്ഞെടുപ്പ് എന്നുള്ള നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളതിനെ പറ്റി നമ്മൾ പലരും കേട്ട് കാണും. അപ്പോൾ ഈ പരിണാമത്തിലൂടെയുള്ള പ്രകൃതി തിരഞ്ഞെടുപ്പിനും അതിനും ഈ നവീകരണ പുരോഗതിക്കും സമാനതകളായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഇനി പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ നവീകരണത്തിന്റെ വിത്തുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രകൃതിയുടെ പരിണാമ തന്ത്രത്തെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഞാൻ പറഞ്ഞ പോലെ ആ ജീൻ പൂളിൽ മ്യൂട്ടേഷനുമാണ് പരിണാമത്തിന്റെ പല ഇത് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. അപ്പോൾ ഈ അതും പ്രാദേശികവൽക്കരിച്ചമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ മ്യൂട്ടേഷൻ സംഭവിച്ചു വന്നു കഴിഞ്ഞ പരിവർത്തന വ്യതിയാനങ്ങളെയാണ് നേച്ചർ അതിലെ ഏറ്റവും നന്നായിട്ടുള്ള വ്യതിയാനത്തെ നേച്ചർ അഡോപ്റ്റ് ചെയ്യുന്നു. നാച്ചുറലായിട്ടുള്ള സെലക്ഷൻ, പ്രകൃതി തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ടാണ് ഈ പരിണാമങ്ങൾ മുന്നോട്ട് പോയേക്കുന്നത്. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി അതുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി നമ്മൾ പ്രിസർവ് ചെയ്യണമെന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് തൊഴിലുറപ്പെന്ന് പറഞ്ഞു ഉള്ള ചെടികളും കാടുകളും എല്ലാം വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ദൂഷ്യങ്ങൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ നശിപ്പിക്കാൻ പാടില്ല. നമുക്ക് ഒരു ഗുണമില്ല എന്ന് പറയുന്നതിന് നമ്മുടെ അറിവിൻ്റെ പരിമിതിയാണ് അവിടെ കാണിക്കുന്നത്. അല്ലാതെ എല്ലാ പ്രകൃതിയിലെ എല്ലാ സസ്യങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള റോളുണ്ട്. അത് റോൾ കൊടുത്തിട്ടാണ് പ്രകൃതി അതിനെ ഉരുവാക്കിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ആഴപ്രകൃതി ശാസ്ത്രം അനുസരിച്ച് പറയുന്നത്. അപ്പോൾ ഈ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ഓരോ പരിസ്ഥിതിക സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതനുസരിച്ചിട്ട് അവിടെ ഒരു പൊരുത്തപ്പെടൽ നടക്കുന്നുണ്ട്. ആ പൊരുത്തപ്പെടലിലാണ് പരിണാമം ആയിട്ട് വരുന്നത്. ആ പരിണാമത്തിൽ അവിടെ ആ പൊരുത്തപ്പെടലിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ അതിനെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതാണ് മുന്നോട്ടുള്ള ആ പുരോഗതിക്ക് അടിസ്ഥാനമായിട്ട് വരുന്നത്. അപ്പോൾ അത് ഒരു പ്രകൃതിയുടെ പരീക്ഷണശാലയാണത്. ഇങ്ങനെ ഉള്ള ബയോഡൈവേഴ്സിറ്റി സെന്റേഴ്സ് നമ്മളിപ്പോൾ പറയാറുണ്ട് പലയിടത്തും. കേരളത്തിൻ്റെയൊക്കെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ എത്രയോ ശതമാനം പ്രകൃതി ഈ ബയോഡൈവേഴ്സിറ്റി സെന്റേഴ്സ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അതിനെയൊക്കെ പ്രിസർവ് ചെയ്യണമെന്ന് പറയുന്നതാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ നേച്ചറിൻ്റെ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് മുന്നോട്ട് നല്ല നമ്മുടെ മനുഷ്യകുലത്തിനും കൂടെ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള വ്യതിയാനങ്ങൾ പ്രകൃതി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ വരുന്നത് ഈ എക്സ്പെരിമെന്റിന്റെ റിസൾട്ടായിട്ട് വരുന്നതാണ് നമ്മൾ മുന്നോട്ടുള്ള പുരോഗതിക്കുള്ള അടിസ്ഥാനം തന്നെ. അപ്പൊ ഈ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് ഈ സാധ്യതകളുടെ ഒരു സംഭരണിയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത്രയും പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭാവിയിലുള്ള വെല്ലുവിളികൾക്കുള്ള അതിനെ നമ്മൾ പ്രതിരോധിക്കാനും അതിജീവിക്കാനും പൊരുത്തപ്പെടാനും ആയിട്ട് നമ്മളെ പ്രാപ്തമാക്കുന്നത് ഈ വൈവിധ്യത്തിൻ്റെ സംഭരണിയായിട്ട് നിന്നിട്ട് അതിൽ നിന്ന് വരുന്ന വേരിയേഷൻസ് ആണ്. അതിലെ ചില വേരിയേഷൻസ് പ്രയോജനമില്ലാതെ പോയിരിക്കാം. പക്ഷെ പലതും അത് അടുത്ത സിറ്റുവേഷനിൽ നമ്മൾ
എവിടെയാ ഈ നമുക്ക് അതിജീവിക്കേണ്ട ആവശ്യം വരുമ്പോഴത്തേക്ക്, അതായത് പല പല പ്രകൃതിയിൽ നിന്നുള്ള പല വെല്ലുവിളികളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കും. കാലാവസ്ഥ കൊണ്ടാണേലും അതുപോലുള്ള പല വ്യവസ്ഥകളിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് നമുക്ക് വെല്ലുവിളി നേരിടുമ്പോൾ അതിനെ നേരിടാനായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ശേഷി എന്ന് പറയുന്നത് ഈ ജൈവവൈവിധ്യത്തിലൂടെ നമ്മൾ അവിടെ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഇതാണ്. അപ്പം ഇത് നമ്മൾ പ്രാദേശിക വൈവിധ്യത്തിൽ ആ സെയിം പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. അത് ഒരു നവീകരണ സംഭരണി അവിടെ സൃഷ്ടിക്കുന്നുണ്ട് പ്രാദേശികതയിൽ. അവിടുന്നാണ് ലോക്കലായിട്ടുള്ള പ്രോബ്ലംസിനുണ്ടാക്കുന്ന സൊല്യൂഷൻസ്, അത് ഒന്നിലധികം പരിഹാരങ്ങൾ പല വശങ്ങളിലായിട്ട് ഭൂമിയുടെ പല ഏരിയയിൽ, ലോകത്തിൻ്റെ പല ഏരിയയിലായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതെല്ലാം പ്രാദേശികമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അത് നമുക്ക് പല വിധത്തിലുള്ള നമ്മൾ പ്രയോജനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഇവിടെ ഈ പരിണാമത്തിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്ന പോലെ ഇവിടെയും അതുപോലുള്ള സംഗതികൾ ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. അവസാനം അതൊരു ക്യുമുലേറ്റീവ് വിസ്ഡം അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് തദ്ദേശീയ അറിവുകൾ, പരമ്പരാഗത രീതികൾ, പ്രാദേശിക സാങ്കേതിക വിദ്യകൾ, ഇതിങ്ങനെ തലമുറകളായിട്ട് പരിഷ്കരിച്ച് വന്നിട്ടാണ് ഈ സഞ്ചിതമായിട്ടുള്ള ഒരു അഡാപ്റ്റീവ് ജ്ഞാനം, ക്യുമുലേറ്റീവ് അഡാപ്റ്റീവ് വിസ്ഡം അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള രീതിയിൽ ഇത് നോക്കുമ്പോഴത്തേക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ഈ ലോക്കലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരിക്കലും ഈ ലോക്കലായിട്ടുള്ള ആ അറിവുകളെ നമ്മൾ നശിക്കാൻ അനുവദിക്കരുത്. ആ പ്രാദേശികമായിട്ടുള്ള പല വെല്ലുവിളികളിലും നമ്മൾ ഈ പരിഹാരങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് നമ്മൾ പലയിടത്തും മുന്നോട്ട് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇതാണ് നമ്മൾ ഈ ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജിലെ ഈ ദർശനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഡീപ്പ് എക്കോളജിക്കൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജ് പാടൂർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പുനർരൂപകൽപ്പനയ്ക്കുള്ള ഒരു പരീക്ഷണശാലയായിട്ടാണ് നമ്മളത് കാണുന്നത്. ഭക്ഷണമാണെങ്കിലും ജലം, ഊർജം, ആരോഗ്യം ഇങ്ങനെ എല്ലാം നമ്മൾ പ്രകൃതിയോട് ചേർന്നിണങ്ങി എങ്ങനെ ജീവിക്കാമെന്നുള്ളൊരു രീതി അവിടെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് അത് ഒരു പൈലറ്റ് പ്രൊജക്റ്റായിട്ട് കാണിക്കുകയാണ്. അപ്പം ഈ ഒരു ഗ്രാമം എന്ന് പറഞ്ഞത് ഒരു നമ്മൾ പഴയ കാലത്തോട്ടുള്ളൊരു തിരിച്ചുപോക്കല്ല, അത് ഭാവിയിലെ ഒരു പ്രതിരോധ ശേഷിയുടെ കേന്ദ്രമായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ നമ്മുടെ ഗ്രീൻ ക്രോസ് എക്കോ വില്ലേജിനെ നമ്മൾ കാണുന്നത്. അപ്പം ഈ ആഗോളവൽക്കരണം വീണ്ടും നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട, പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അമൃതമായിട്ടുള്ള ആശ്രിതത്വം വരുമ്പോഴത്തേക്ക് സമൂഹങ്ങളുടെ സ്വയം പര്യാപ്തത ഇല്ലാതാക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ പലത് കണ്ട്, ഈ ആമസോണിൻ്റെ കാര്യത്തിലും കണ്ട് പല വിധത്തിലുള്ള രീതിയിൽ ഈ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ് എല്ലാം ഒരു വിധത്തിൽ ഇതിന് മൊത്തം ലോക്കലായിട്ടുള്ള വരെയുള്ള എല്ലാം അവർ കൈയടക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതോടുകൂടി ലോക്കലായിട്ടുള്ള ആ സംസ്കാരവും എക്കണോമിയും എല്ലാം നമ്മൾ ദുർബലമായിട്ട് കാണുന്നുണ്ട്. അപ്പം അത് വരുമ്പോഴത്തേക്ക്, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ലോക്ക്ഡൗൺ പോലുള്ള ഒരു അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ അതിജീവനത്തിന് ഒരു നിസ്സഹായരായിട്ട് നമ്മൾ തോന്നിപ്പോകുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഇത്. കാരണം എല്ലാം ഒരു സെൻട്രൽ കൺട്രോളിൽ നിന്ന് വരുന്നതുകൊണ്ട് ആ ചെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ വിതരണ ശൃംഖല ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ വാറിൻ്റെ സമയത്ത് നമ്മൾ ഹോർമൂസിൻ്റെ കടലെടുക്ക് അടഞ്ഞിടക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ പ്രശ്നം എവിടെയോ എത്രയോ ദൂരമുള്ളടാ. അപ്പം ഇതെല്ലാം ആ ആഗോളീകരണത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കാണേണ്ടതാണ്. അതുകൊണ്ടാണ് പ്രാദേശികമായിട്ടുള്ള നമ്മൾ ഉള്ള എല്ലാ സംസ്കാരങ്ങളും അത് അവിടെയുള്ള ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റീസിനെ എല്ലാത്തിനെയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്, വിത്ത് സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ഉള്ള എല്ലാ വിധത്തിലുള്ള
പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ഈ ലോക്കലൈസേഷനിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ലോക്കലൈസേഷൻ്റെ ഇമ്പോർട്ടൻസിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പല വിധത്തിലും ജൈവ കാർഷികത, അപ്പോൾ ഈ ജൈവമായിട്ടുള്ള അത് നമ്മൾ ഒരു സുസ്ഥിര കൃഷിക്ക് വേണ്ടിയിട്ട് ഈ പെർമാകൾച്ചർ എന്നുള്ള അതെല്ലാം ലോക്കലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. അതാണ് ഇപ്പം ഭൂമിയിലെ നെറ്റ് സീറോയ്ക്കും മണ്ണിന്റെ വീര്യം തിരിച്ചെടുക്കാനുമുള്ള എല്ലാം മാർഗമായിട്ട് പെർമാകൾച്ചർ, സുസ്ഥിര കൃഷി എന്നുള്ളത് അതിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ആഗോളീകരണത്തിന്റെ ആ ദൂഷ്യവശങ്ങളെ മാറ്റാനായിട്ട് ലോക്കലൈസേഷൻ മാത്രമേ ഉള്ളൂ ഒരു സൊല്യൂഷന്. അപ്പൊ ഈ അവസാനം നമ്മൾ അതിൻ്റെ ഒരു സാരാംശമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാദേശികമായിട്ടുള്ള വേരുകളെ ശക്തിപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ആഗോള ഭാവി സുസ്ഥിരമാകുന്നത്. ഓരോ വിത്തിലും നമ്മുടെ ഒരു ഭാവി സാധ്യത ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ സമൂഹത്തിലും, പ്രാദേശിക സമൂഹത്തിലും ഓരോ ലോകം രൂപപ്പെടുന്ന രീതിയിൽ നമ്മൾ അതിനെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ലോകത്തിന് ഒരു പൂർണ്ണ മാതൃകയല്ല ആവശ്യം. സ്പെഷ്യലൈസേഷന് എപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, സ്പെഷ്യലൈസേഷൻ നാശത്തിലേക്ക് നയിക്കുന്നുണ്ട്, പ്രതിരോധ ശേഷി ഇല്ലാതാകുന്നുണ്ട്. ഓരോ സ്ഥലത്തും അതാത് സ്ഥലത്ത് വേരൂന്നിയ അനവധി ജീവിക്കുന്ന മാതൃകകളാണ് അവിടെ എല്ലാം ആവശ്യമുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പ്രാദേശികവൽക്കരണത്തെ നമ്മൾ ലോകത്തെ ചുരുക്കുകയല്ല ചെയ്യുന്നത്, ലോകത്തെ കൂടുതൽ ജീവിക്കാൻ യോഗ്യരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിജീവനത്തിന് പ്രാപ്തരാക്കുന്നു എന്നുള്ള ആ ഒരു പോയിന്റാണ് ഇവിടെ നമ്മൾ ഊന്നി പറയുന്നത്. അതിനുള്ള വഴിയാണ് ഗ്രീൻ കോസ്റ്റ് ഇക്കോ വില്ലേജ് ഒരുക്കുന്നത്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.